ജയസൂര്യ പറഞ്ഞത്, അതായത് 2 തവണ ജയസൂര്യ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. മൂന്നാമതായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇഡി നോട്ടീസ് അയച്ചു എന്നായിരുന്നു മാധ്യമങ്ങൾ അന്ന് വാർത്ത നൽകിയത്. അതിനെതിരെയായിരുന്നു ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ പറയുന്നത് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു നോട്ടീസ് തനിക്ക് കിട്ടിയില്ല എന്നാണ്. അതായത് 2 പ്രാവശ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ആ ചോദ്യം ചെയ്യലിനെ ജയസൂര്യ തള്ളിക്കളയുന്നില്ല. പക്ഷെ മൂന്നാമത് ചോദ്യം ചെയ്യാൻ വീണ്ടും നോട്ടീസ് അയച്ചു എന്ന കാര്യത്തെയായിരുന്നു ജയസൂര്യ തള്ളിക്കളഞ്ഞത്. അങ്ങനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എന്നാണ് ജയസൂര്യയുടെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഇഡി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ഇപ്പോൾ ഇഡി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. 180 ദിവസത്തേക്കാണ് ഈ ഒരു നടപടി. അതിനെ തുടർന്ന് ഈ സ്വത്തുക്കൾ ക്രയവിക്രയം നടത്താനൊന്നും തന്നെ ജയസൂര്യക്ക് കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ജയസൂര്യ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ജയസൂര്യ നേരത്തെ പറഞ്ഞത് തനിക്ക് അങ്ങനെ ഒരു സമൻസ് ഒന്നും, മൂന്നാമതൊരു സമൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. അത് മാധ്യമങ്ങളുടെ മേലായിരുന്നു ആ പഴിയൊക്കെ ചാരിയത്. മാധ്യമങ്ങൾ എന്തോ നുണപ്രചരണം നടത്തുകയാണ്, അതല്ലാതെ തനിക്ക് വീണ്ടും വീണ്ടും നോട്ടീസുകളൊന്നും നൽകിയിട്ടില്ല, നവമി സൂചിപ്പിച്ചതുപോലെ. പക്ഷേ എന്തിനാണ് ജയസൂര്യ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്? കാരണം തുടർച്ചയായി ജയസൂര്യക്ക് ഇഡി നോട്ടീസ് നൽകിയതാണ്. പക്ഷേ എന്തിനാണ് നമ്മൾ നൽകിയ വാർത്ത ജയസൂര്യ നിഷേധിച്ചെന്നൊരു ചോദ്യമുണ്ട്. കാരണം ജയസൂര്യ പറഞ്ഞത് താൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു, പണം വാങ്ങി പരസ്യത്തിൽ അഭിനയിച്ചു, അതിനപ്പുറം ഈ തട്ടിപ്പിൽ മറ്റ് പങ്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ നവമി, പിന്നെ എന്തുകൊണ്ടായിരിക്കാം ജയസൂര്യക്കെതിരെ ഇത്തരം ഒരു നടപടിയിലേക്ക്, അതായത് ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ഇഡി നീങ്ങിയത്? ഈ തട്ടിപ്പിൻ്റെ ഒരു വിഹിതം ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ഇഡിയും പറയുന്നത്. 1 കോടി രൂപയാണ് ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് ഉടമയായിട്ടുള്ള തൃശൂർ സ്വദേശി സ്വാദിഖിന്റെ അക്കൗണ്ടിൽ നിന്നും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്നും ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് വന്നത്. അങ്ങനെ 1 കോടി രൂപ എത്തിയിട്ടുണ്ടെന്ന് ഇഡി കണ്ടെത്തി. ഇഡിയുടെ ചോദ്യം ചെയ്യൽ ജയസൂര്യ പറഞ്ഞത് താൻ ഈ പരസ്യത്തിന്, അതായത് ഈ സേവ് ബോക്സ് ആപ്പിന്റെ പരസ്യചിത്രങ്ങളിൽ അഭിനയിച്ചു, അതിന്റെ പരിപാടികളിൽ പങ്കെടുത്തു, അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു. അതിനുവേണ്ടി തനിക്ക് തന്ന പൈസയാണ് ഈ 1 കോടി രൂപ എന്നായിരുന്നു